ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ആതിര. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ. എന്നാൽ മാത്രമേ ഞാൻ മുന്നോട്ടിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഫോറവർ ലൈസിയം പ്ലസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ലൈസിയൻ ഫ്രൂട്ടിന്റെ എക്സ്ട്രാക്ട് ആൻഡ് ലിക്വറൈസ് എക്സ്ട്രാക്റ്റും ആണ് വരുന്നത്. ലിക്വറൈസ് എന്ന് പറയുന്നത് ഇരട്ടിമധുരമാണ്. ആൻഡ് ലൈസിയം എന്ന് പറയുന്ന ഒരു തരം ഫ്രൂട്ട് ആണ്. ഇതിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മളെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോള്, അതുപോലെ ക്യാൻസർ രോഗങ്ങളെ തടയാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ലൈസിയം ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഒരു ഡിഫൻഡർ തന്നെയാണ്. ആൻഡ് ലിക്വറൈസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മളുടെ ബോഡിക്കും ശരീരത്തിനും ഒക്കെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. ആൻഡ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് വീഗൻ ഫ്രണ്ട്ലി ആണ്. ഇതിൽ യാതൊരു രീതിയിലുള്ള നോൺ വെജിറ്റേറിയൻ പദാർത്ഥങ്ങളോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് 100% വീഗൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഏതൊരാൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സിഗരറ്റ് അഡിക്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം ഇവരുടെ ശരീരത്തിൽ ഒരുപാട് ഫ്രീ റാഡിക്കൽസ് അടിഞ്ഞുകൂടിയിട്ടുണ്ടാകും. അപ്പോൾ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫ്രീ റാഡിക്കൽസിനെയൊക്കെ റിമൂവ് ചെയ്ത് അവരുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സപ്ലിമെൻറ്റ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻസറിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് ഇത് യൂസ് ചെയ്യാം. കൂടാതെ TB, അൾസർ എന്നീ പ്രോബ്ലംസ് ഉള്ളവർക്കും ഇത് നല്ലൊരു സപ്ലിമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഐ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളവർ, അതായത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഒക്കെ ഉള്ളവരുണ്ടാവും. അതായത് രാത്രി കാലങ്ങളിൽ കണ്ണ് കാഴ്ച കുറവ് ഉള്ളവർ, അതുപോലെ തന്നെ കണ്ണിന് എരിച്ചിൽ, അതുപോലെ കണ്ണിന് ചൊറിച്ചിൽ, ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർ, കണ്ണ് ഡ്രൈനസ് ആവുക, ഇവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഒരു ലൈസിയം പ്ലസ് എന്നത്. അപ്പോൾ നല്ലൊരു സപ്ലിമെൻ്റ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൈൻഡ്നെസ് ഒക്കെ മാറി കണ്ണിന് നല്ലൊരു എന്താ പറയുക കാഴ്ച കിട്ടാനും അതുപോലെ തന്നെ കാഴ്ചയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാനും ഒക്കെ നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉള്ളവർക്കും ഇത് നല്ലൊരു സപ്ലിമെൻ്റ് ആണ്. ആൻഡ് എന്താ പറയുക, ഈ ലിവറിൽ നീര് വെക്കുക, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവരുണ്ടാവും. അതുപോലെ തന്നെ എന്താ പറയുക, ഈ ഒരു കിഡ്നീൻ്റെ പ്രോബ്ലംസ് അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിൻ്റെ ഗുഡ് ഹെൽത്തിന് വേണ്ടിയിട്ട്, അതായത് കിഡ്നിയുടെയും ലിവറിൻ്റെയും ഒക്കെ നല്ല ഹെൽത്തിന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. സെൽ ഡാമേജിന് ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അതുപോലെ സെല്ലിനെ റിക്കവർ ചെയ്യാനും ഇതൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ആൻഡ് നമ്മുടെ ബോഡിയെ ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ ബോൺ ടിഷ്യൂസിനെ ബിൽഡ് ചെയ്യാനും ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ നമ്മളെ ജോയിൻസ് ആൻഡ് ബാക്ക് പെയിനും ഇത് ബെസ്റ്റ് സൊല്യൂഷൻ ആണ്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഹെൽത്ത് ടോണിക് ആണ് നമ്മുടെ ശരീരത്തിന്. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതിൽ എത്ര ടാബ്ലറ്റ്സ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഇതിൽ 100 ടാബ്ലറ്റ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളുടെ പ്രോബ്ലംസിനനുസരിച്ച് നമുക്ക് ഒരു ദിവസം 3 ടാബ്ലറ്റ്സ് വരെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിപ്പം ഭയങ്കരമായിട്ട് പിന്നെ സിഗരറ്റ് അഡിക്റ്റഡ് ഒക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഫാറ്റി ലിവറിൻ്റെ പ്രോബ്ലംസ് ഉണ്ട്, അങ്ങനെയുള്ളവർക്ക്, അതുപോലെ പോളിയോ റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ട്, ഇങ്ങനെയുള്ളവർക്കൊക്കെ 3 എണ്ണം വെച്ചിട്ട് ഒരു ദിവസം യൂസ് ചെയ്യാം. അതായത് 3 നേരമായിട്ട് ഓരോ ടാബ്ലറ്റ്. ഓക്കെ, അപ്പം ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണ്, ഹെഡേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 2 എണ്ണം വെച്ചിട്ടാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പം അത് നമ്മുടെ അക്കോർഡിംഗ് ടു അവർ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അനുസരിച്ച് നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഇത് യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.